24 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട്ടിൽ 2 രാഷ്ട്രീയ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. DMKക്കെതിരെ പ്രതിപക്ഷം വൻതോതിലുള്ള പ്രതിഷേധമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ BJP പ്രവർത്തകനെ ശനിയാഴ്ച രാത്രി തന്റെ ഉടമസ്ഥതയിലുള്ള ഇഷ്ടിക ചൂളയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു സംഘം ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. 2 വ്യത്യസ്ത സംഭവങ്ങളിലായി 24 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട്ടിൽ 2 രാഷ്ട്രീയ പ്രവർത്തകരാണ് വെട്ടേറ്റ് മരിച്ചിരിക്കുന്നത്. ശിവഗംഗ ജില്ലയിൽ ഒരു BJP പ്രവർത്തകൻ ക്രൂരമായി വെട്ടേറ്റ് കൊല്ലപ്പെടുകയും അയൽ സംസ്ഥാനമായ കടലൂർ ജില്ലയിൽ ശനിയാഴ്ച ഒരു AIADMK പ്രവർത്തകൻ കൊല്ലപ്പെടുകയുമായിരുന്നു. AIADMKയുടെ കടലൂർ ജില്ലയിലെ വാർഡ് സെക്രട്ടറി പത്മനാഭനെയാണ് അജ്ഞാതർ ആക്രമിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയ്ക്കായി ഭരണകക്ഷിയായ DMK സർക്കാരിനെ സംസ്ഥാന BJP അധ്യക്ഷൻ K അണ്ണാമലൈ വിളിച്ചപ്പോൾ കൊലപാതകത്തിൽ രാഷ്ട്രീയ വശമില്ലെന്ന് ശിവഗംഗ MP കാർത്തി P ചിദംബരം അവകാശപ്പെടുകയായിരുന്നു. ശിവഗംഗയിലെ BJP ജില്ലാ സെക്രട്ടറിയായിരുന്ന സെൽവകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇഷ്ടിക ചൂളയിൽ നിന്ന് ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. ഒരു സംഘം ആളുകൾ അയാളെ വളഞ്ഞിട്ട് വെട്ടിക്കൊന്ന ശേഷം റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വഴിയാത്രക്കാർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സെൽവകുമാറിനെ കണ്ട് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയത് സെൽവകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് സെൽവകുമാറിന്റെ മൃതദേഹം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സെൽവകുമാറിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഗ്രാമവാസികളും അനുയായികളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു. ക്രമസമാധാന പാലത്തിനായി പ്രദേശത്ത് വൻ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാന BJP അധ്യക്ഷൻ K അണ്ണാമലൈ സെൽവകുമാറിന്റെ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും പാർട്ടിയുടെ പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുകയാണ്. തമിഴ്നാടിനെ കൊലപാതകങ്ങളുടെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിച്ച തമിഴ്നാട് BJP നേതാവ് പറഞ്ഞു, സാമൂഹ്യ വിരുദ്ധർക്ക് സർക്കാരിനെയോ പോലീസിനെയോ ഭയമില്ല എന്നും പോലീസിനെ തന്റെ നിയന്ത്രണത്തിലുള്ള മുഖ്യമന്ത്രി രാഷ്ട്രീയ നാടകമാണ് നടത്തുന്നതെന്നും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരാൻ തനിക്ക് അവകാശമുണ്ടോ എന്ന് MK സ്റ്റാലിൻ ആത്മപരിശോധന നടത്തണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സെൽവകുമാറിന്റെ കൊലപാതകത്തിൽ രാഷ്ട്രീയ വശമില്ലെന്ന് ശിവഗംഗ MP കാർത്തി P ചിദംബരം അവകാശപ്പെടുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശിവഗംഗ ജില്ലാ SP-യോട് സംസാരിക്കുകയുണ്ടായി. 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് അദ്ദേഹം പറയുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിൽ രാഷ്ട്രീയ വശമില്ല എന്നും എന്നാൽ കൊലപാതകങ്ങൾ പെരുകുന്നത് ആശങ്കാജനകമാണ് എന്നും കാർത്തി ചിദംബരം പറയുകയുണ്ടായി. ജൂലൈ 5-ന് ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ K ആംസ്ട്രോങ്ങിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയതും കൊലപാതകം വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയതുമാണ്. എന്തായാലും ഈ വിഷയം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റാലിനും അതുപോലെ തന്നെ DMKക്കും വളരെ വലിയൊരു തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കേന്ദ്ര ഇടപെടൽ ഉണ്ടാകാനും സാധ്യതയുള്ള ഒരു കാര്യമായി ഇപ്പോൾ ഈ ഒരു തുടർ കൊലപാതകങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ എന്ന കാര്യവും ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്.